الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته ليس كمثله شيء وهو السميع البصير اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون اتقوا الله ഇബാദല്ലാഹ്. ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമകാരുണ്യകനും കരുണാനിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് കഴിവിൻ്റെ പരമാവധി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, മനുഷ്യരായ നമ്മളെല്ലാവരും ഒരാളുടെ സഹായം കൂടാതെ നമുക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ, ഏതെങ്കിലും ഒരു അവസ്ഥയിൽ, എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പല നിലക്കും നമ്മൾ മറ്റുള്ളവരെ കൂടെ പിടിക്കാറുണ്ട്, എന്തെങ്കിലുമൊക്കെ സഹായത്തിന് വേണ്ടി. എന്നാൽ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാവരും ഒറ്റപ്പെട്ടു പോകുന്ന, വളരെ നിസ്സഹാരായി പോകുന്ന, എത്ര വലിയ സമ്പത്തുള്ളവനും എത്ര വലിയ അധികാരമുള്ളവനും എത്ര വലിയ പദവിയുള്ളവനും ഒറ്റപ്പെട്ടു പോകുന്ന 2-3 രംഗങ്ങളെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ കൃത്യമായ ഒരു ബോധം ഈ ദുനിയാവിലൂടെയുള്ള ജീവിതത്തിലൂടെ നമുക്കുണ്ടാകൽ അനിവാര്യമാണ്. എന്തിനു വേണ്ടി? ആ ഒറ്റപ്പെടുന്ന രംഗത്ത് ഒരാളും സഹായിക്കാനില്ലാത്ത അവസ്ഥയിൽ അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകാൻ, അള്ളാഹുവിന്റെ ഏറ്റവും മഹത്തരമായ സഹായം എന്നുള്ള ആ ഒരു അനുഗ്രഹം നമുക്കുണ്ടാകാൻ ഈ ദുനിയാവിൽ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒന്നാമത്തെ രംഗം എന്നുള്ളത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരണരംഗമാണ്. നമ്മൾ മരിക്കുന്ന സന്ദർഭമാണ്. മരണം എന്നുള്ളത് അതൊരു വാസ്തവമാണ്, അതൊരു അനുഭവമാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടി ആ വിഷയത്തെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹ് പറയാണ്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്
وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാത്ത സത്യമാണ്, ഒരാൾക്കും തള്ളിമാറ്റപ്പെടാൻ കഴിയാത്ത കാര്യമാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരങ്ങളും മരണത്തിന്റെ രുചി ആസ്വദിക്കും. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പരിപൂർണമായ പ്രതിഫലം നൽകുകയും ചെയ്യും. അള്ളാഹുവിന്റെ അടുക്കലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ ഈ ദുനിയാവിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഫമൻ സുഹ്സിഅ അനിൻ നാരി വ ഉദ്ഖിലൽ ജന്ന, കത്തിയെരിയുന്ന ഭയാനകരമായി കൊണ്ടുള്ള നരകത്തിൽ നിന്ന് ആര് രക്ഷപ്പെട്ടുവോ, സുഖാനുഭൂതിയുടെ കേദാരമായ സ്വർഗത്തിൽ ആര് പ്രവേശിച്ചുവോ, ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചിട്ടുള്ളവൻ. യഥാർത്ഥമായ വിജയ് എന്ന് പറഞ്ഞാൽ അവനാണ്. എന്നിട്ട് അല്ലാഹ് പറയാണ്, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, നിങ്ങൾ ജീവിക്കുന്ന ഈ ഹലോകമുണ്ടല്ലോ അത് നിങ്ങളെ വഞ്ചിപ്പിക്കുന്ന ഒരു വഞ്ചനാ ചരക്ക് മാത്രമാകുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ആയത്ത് നമ്മളിങ്ങനെ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ നിശ്ചയിച്ചിട്ടുള്ള ആ മരണം വന്നെത്തുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഇന്ന് നമ്മൾ മരണപ്പെട്ടാൽ നമ്മുടെ ഖബർ ജീവിതം എന്തായിരിക്കും? ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, ഇന്നൽ മൗത ഫസഉൻ, തീർച്ചയായും മരണം എന്നുള്ളത് ഭീതിജനകമായി കൊണ്ടുള്ള ഒരു അവസ്ഥയാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, റബ്ബ് നിശ്ചയിച്ച ആ സമയം അങ്ങ് എത്തുമ്പോ അതവിടെ സംഭവിക്കുകയാണ്. അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്. അല്ലാഹ് പറഞ്ഞില്ലേ, ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ. അങ്ങനെ അവരിലേക്ക് അവരുടെ ആ അവധി അങ്ങ് വന്നെത്തിക്കഴിഞ്ഞാൽ ഒരു നാഴിക പോലും അവർക്ക് നീട്ടിക്കൊടുക്കുവാൻ അവർക്ക് വൈകിക്കാൻ ആവുകയില്ല. അത് കൃത്യമായി കൊണ്ട് സംഭവിക്കുക തന്നെ ചെയ്യും, നേരത്തെയാകാൻ കഴിയുകയില്ല. അതിന്റെ അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ആ ഒരു രൂപത്തിലാണ് അത് സംഭവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി കൊണ്ട് മനസ്സിലാക്കേണ്ട വിഷയം എന്താ അറിയോ? മരണം എന്നുള്ള വാസ്തവം നമ്മളെ പിടികൂടുന്നതിന്റെ മുമ്പ് എങ്ങനെ നമ്മൾ ആ മരണത്തിന് മുമ്പിൽ ഒരുങ്ങി നിൽക്കണം. സൽക്കർമ്മങ്ങൾ കൊണ്ട് സജീവമായിട്ടുള്ള ഒരു ജീവിതമാണ് നമുക്കുണ്ടാകേണ്ടത്. ഓക്കെ, നിങ്ങള് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായി കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കാനിടയാകരുത്. മരിക്കുമെന്നുള്ള കാര്യത്തിൽ പ്രിയപ്പെട്ടവരെ ഒരാൾക്കും സംശയമില്ല, അത് സംഭവിക്കുക തന്നെ ചെയ്യും. പക്ഷെ എങ്ങനെ മരിക്കണം? വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായി കൊണ്ടല്ലാതെ മരിക്കാനിടയാകുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. മഹാന്മാരായി കൊണ്ടുള്ള പ്രവാചകന്മാർ പോലും പ്രിയപ്പെട്ടവരെ, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയും നമുക്ക് കാണുവാൻ കഴിയും. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, പടച്ചോനെ ഒരു മുസ്ലിമായി കൊണ്ട് എന്നെ നീ മരിപ്പിക്കുകയും ഏറ്റവും നല്ല സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ. ഇത് പ്രാർത്ഥിച്ചത് പ്രവാചകനാണ്. നോക്കിയേ നിങ്ങള്, ആ ഒരു പ്രവാചകൻ അങ്ങനെ റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ആ ഒരു വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ കാണിക്കണമെന്ന് ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കുക. എത്രയെത്ര മരണ വാർത്തകളാണ് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
എത്രയെത്ര യുവാക്കളും യുവതികളാണ് കൊടുന്തനെ പെട്ടെന്ന് തന്നെയുള്ള മരണത്തിന് മുമ്പിൽ കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ എത്രയോ വലിയ അപകടത്തിൽപ്പെട്ട് ഒന്നും പറ്റാതെ രക്ഷപ്പെടുന്ന ആളുകളെയും നമ്മൾ കാണുന്നു. എല്ലാം റബ്ബിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരണത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങി നിൽക്കുമ്പോൾ ഒന്നാമതായി നമ്മുടെ കരങ്ങളിൽ ഉണ്ടാകേണ്ടത് അമലുകളാണെങ്കിൽ രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിമായി കൊണ്ടാകണം. അള്ളാഹ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ടുള്ള ജീവിതം ഉണ്ടായിരിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ ഇഷ്ടപ്പെടുന്ന ജീവിതവുമായി മുന്നോട്ട് പോകുന്ന അവസ്ഥയായിരിക്കണം ആ സന്ദർഭത്തിൽ ഉണ്ടാകേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, രണ്ടാമതായി നമ്മൾ ഒറ്റപ്പെടുന്ന രംഗം ഏതെന്നറിയുമോ? അത് നമ്മുടെ ഖബർ എന്നുള്ള ആ ഒരു ജീവിതത്തിലാണ്. ഖബർ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒറ്റക്കാണ്. നിങ്ങളൊന്ന് ആലോചിച്ചോക്കാണേ, നമ്മൾ ഇന്ന് നമ്മുടെ വീട്ടിൽ നമ്മൾ കഴിയുന്നത് എത്ര സന്തോഷത്തോടു കൂടിയിട്ടാണ്, എത്ര ആഹ്ലാദത്തോടു കൂടിയിട്ടാണ് അല്ലേ? ശീതീകരിച്ച റൂമിൽ AC-യും ഫാനും മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും സജ്ജമാക്കി, നല്ല പരവതാനി വിരിച്ച്, നല്ല മെത്ത വിരിച്ച്, നല്ല സോഫ വിരിച്ച്, എല്ലാം കൃത്യമായി സുഖസുന്ദരമായി കൊണ്ട് നമ്മൾ കിടന്നുറങ്ങുന്നു. എന്നാൽ ഇതേ മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവനെ കൊണ്ടുപോയി വെക്കുന്ന ആ ഒരു 6 അടി മണ്ണിൽ പ്രിയപ്പെട്ടവരെ ആരുമില്ല നമ്മുടെ കൂടെ. അവിടെ മെത്തയില്ല, അവിടെ കട്ടിലില്ല, അവിടെ സുഖാനുഭൂതികളുടെ അവസ്ഥകളില്ല. അവിടെ നമ്മൾ കിടക്കുന്നത് തനിച്ചാണ്, ഒറ്റക്കാണ്. അതുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസ് നമ്മൾ കൃത്യമായി മനഃപ്പാഠമാക്കി വെക്കേണ്ടതുണ്ട്. യജ്ബഉൽ മയ്യിത സലാസ, ഒരു മയ്യിത്തിനെ 3 കാര്യങ്ങൾ പിന്തുടരും. ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അഹ്ലുഹു, അവന്റെ കുടുംബമാണ്. അവന്റെ കുടുംബക്കാര് അവന്റെ പിറകിലുണ്ടാകും. അവനെ മയ്യത്ത് കുളിപ്പിച്ച്, അതുപോലെ തന്നെ അത് കഫൻ ചെയ്ത്, അവൻക്ക് വേണ്ടി നമസ്കരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെ അവനെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയി ഖബറിലേക്ക് വെക്കുമ്പോ അവന്റെ കുടുംബക്കാർ അവന്റെ കൂടെയുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വമാലുഹു, അവന്റെ സമ്പത്താണ്. അവന്റെ സമ്പത്തും അവന്റെ പിന്നാലെ വരും. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിച്ച നമസ്കാരം എന്നുള്ള വിഷയമുണ്ടല്ലോ, അതൊന്നും കൃത്യമായി നിർവഹിക്കാതെ 10, 15, 20 മിനിറ്റും അല്ലാഹ്ക്ക് വേണ്ടി കൊടുക്കാൻ മനസ്സില്ലാതെ ഈ ദുനിയാവിന് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിച്ച ആളുകളില്ലേ, അങ്ങനെ മരണപ്പെട്ടു പോകുമ്പോ അവന്റെ പിന്നാലെ അവന്റെ സമ്പത്ത് കടന്നു വരികയാ. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഅമലുഹു, അവന്റെ പ്രവർത്തനങ്ങളാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്കുകൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. എന്താ പറയണെന്നറിയോ? ഫയർജിഉ ഇസ്നാനി, 3 പോകുമെന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് പറയണം ഫയർജിഉ ഇസ്നാനി, 2 അവിടെ നിന്ന് തിരിച്ചു പോരും. വിശ്വാസികളെ ഗൗരവത്തോടുകൂടി ചിന്തിക്കണം. ഏതൊക്കെയാണ് തിരിച്ചു പോരുന്നത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു. അഹ്ലുഹു വമാലുഹു, അവന്റെ കുടുംബവും അവന്റെ സമ്പത്തും ആ മയ്യിത്തിനെ ഖബറിലേക്ക് വെക്കുന്ന സന്ദർഭങ്ങളിലൂടെ അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ് അല്ലേ? എത്ര ഉപ്പയോട് സ്നേഹമുള്ള മോനാണെങ്കിലും, എത്ര മോനോട് സ്നേഹമുള്ള ഉപ്പയാണെങ്കിലും, എത്ര വലിയ ഉമ്മയോട് സ്നേഹമുള്ള മോനാണെങ്കിലും, ഒരു നിശ്ചിതമായ ഒരു സമയം കഴിഞ്ഞാൽ ആ പള്ളിക്കാട്ടിൽ നിന്ന് തിരിച്ചു പോരൽ അനിവാര്യമാണ് അല്ലേ പ്രിയപ്പെട്ടവരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് വയബ്ഖാ അമലുഹു, അവിടെ ബാക്കിയാകുന്നത് അവന്റെ അമലാണ്. അതുകൊണ്ട് ആ ബാക്കി വെക്കുന്ന അമലുകളാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് സ്വായത്തമാക്കുവാൻ, നമുക്ക് നേടിയെടുക്കുവാൻ കഴിയേണ്ടത്. അതിനുള്ള അവസരമാണ് ഈ ദുനിയാവിലൂടെയുള്ള ഈ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് റബ്ബിനെ ധാരാളമായി കൊണ്ട് ഓർക്കണം. അള്ളാഹനെ ഓർക്കുന്ന ഒരു പ്രകൃതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വമൻ അഅറള അൻ ദിക്രിഹി ഫഇന്ന ലഹു മഈശതൻ ലംകാ, എന്നെ ഓർക്കുന്നതിൽ നിന്ന് ആരെങ്കിലും വ്യതിചലിച്ചു പോയാൽ,
എന്നെ ഓർക്കേണ്ട പ്രകാരം ഓർക്കാതെ എന്നിൽ നിന്ന് അകന്നു പോയാൽ അവനക്ക് വളരെ കുടുസായ ജീവിതമാണ് ഉണ്ടാവുക, അവനക്ക് ഏറെ പ്രയാസമായ ജീവിതമാണ് ഉണ്ടാവുക. നാളെ അവനെ പരലോകത്ത് കൊണ്ടുവരുന്നത് അന്ധനായി കൊണ്ടുള്ള നിലയിലായിരിക്കും. അള്ളാഹിനെ കുറിച്ച് ഓർക്കുക. എന്നാൽ നമ്മുടെ മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് കേട്ടോ, അവരുടെ പ്രകൃതി എങ്ങനെയെന്നറിയോ? അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ അള്ളാഹിനെ ഭയങ്കരമായി കൊണ്ടുള്ള ഓർക്കലായിരിക്കും, ഭയങ്കര സ്മരണയായിരിക്കും. 24 മണിക്കൂറും വിക്റുകളും പ്രാർത്ഥനകളും മറ്റുള്ള ആരാധനാ കർമ്മങ്ങളിലുമായി കൊണ്ട് മുഴുകും. എന്നാൽ അവന്റെ ജീവിതത്തിൽ ആ പ്രയാസം അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാഹിനെ കുറിച്ചിട്ടുള്ള ചിന്തയില്ല. ഈ ഒരു പ്രകൃതം പ്രിയപ്പെട്ട വിശ്വാസികളെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, നിങ്ങള് വളരെ കുടുസായ ജീവിതമാണ് അള്ളാഹിനെ ഓർക്കുന്നതിൽ നിന്ന് വ്യതിചലിച്ചു പോയ ആളുകൾക്ക് ഉണ്ടാകുന്നത്. പണ്ഡിതന്മാർ വിശദീകരിച്ചു, അവന്റെ ഖബർ ജീവിതത്തിൽ അവൻക്ക് ഇടുക്കമായിരിക്കും, പ്രയാസമായിരിക്കും. മലക്കുകൾ ചോദിക്കും, മൻ റബ്ബുക, നിന്റെ റബ്ബ് ആരാണെന്ന് ചോദിക്കുമ്പോ ഇവനക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് അല്ലേ? റബ്ബിനെ കുറിച്ച് ചോദിക്കുമ്പോ പറയാൻ കിട്ടണമെങ്കിൽ അള്ളാഹുവിലുള്ള പൂർണ്ണമായ വിശ്വാസം വിശ്വസിച്ച് ജീവിതത്തിൽ കൊണ്ടുവരുന്നവർക്കേ പ്രിയപ്പെട്ടവരെ അത് പറയാൻ സാധ്യമാവുകയുള്ളൂ. എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോ ശരീരത്തിൽ ഏലസ് കെട്ടുന്നവൻക്ക്, ജാറത്തിങ്കൽ പോയി പ്രാർത്ഥിക്കുന്നവൻക്ക്, മക്ബറകളിൽ പോയി പ്രാർത്ഥിക്കുന്നവർക്ക്, മൺമറഞ്ഞു പോയ മഹത്തുക്കളോട് പ്രാർത്ഥിക്കുന്ന ആളുകൾക്കൊന്നും ആ ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാൻ സാധ്യമല്ല എന്ന് നമ്മൾ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുക. മാത്രമല്ല, അവൻക്ക് ദുനിയാവിലും അവൻക്ക് ഉത്സായിരിക്കും, ദുനിയാവിലും അവനക്ക് പ്രയാസമായിരിക്കും. അവന്റെ ഒരു കാര്യത്തിലും അവനക്കൊരു തുറസ് കാണാൻ കഴിയില്ല. ഏത് മേഖലകളിലും അവൻ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കും അള്ളാഹിനെ കുറിച്ച് ഓർക്കൊന്നിൽ നിന്ന് വ്യതിചലിച്ചാൽ. മാത്രമല്ല, അവൻ പരലോകത്ത് കടന്നു വരും എങ്ങനെയാണ്? അന്ധനായിക്കൊണ്ടുള്ള നിലയിലായിരിക്കും. ഈ മനുഷ്യൻ ചോദിക്കുന്നു, അല്ലാഹുവേ ലിമ ഹശർതനീ അഅമാ, എന്തിനാണ് റബ്ബേ എന്നെ അന്ധനാക്കിയത്? ഞാൻ ഏറെ കാഴ്ചയുള്ള വ്യക്തിയായിരുന്നല്ലോ, എനിക്കെല്ലാം കാണായിരുന്ന, എനിക്കെല്ലാം കാണുമായിരുന്ന ഒരു വ്യക്തിയായിരുന്നല്ലോ റബ്ബേ, ഞാൻ എന്തിനാണ് എന്നെ അന്ധനാക്കിക്കൊണ്ട് ഇവിടെ കൊണ്ടുവന്നത് എന്ന് ചോദിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയുന്നത്, നമ്മുടെ ആയത്തുകളൊക്കെ വന്നെത്തിയപ്പോൾ താങ്കൾ എന്ത് ചെയ്തു? അതിനോടൊരു വിമുഖത കാണിച്ചു, അതിനോടൊരു അലസത കാണിച്ചു, അത് കണ്ടില്ല എന്ന് നടിച്ചു. അതുകൊണ്ട് താങ്കൾ ഇന്ന് അന്ധനായിക്കൊണ്ട് താങ്കൾ കടന്നു വന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഖബർ എന്നുള്ള ആ ഒരു വീട്ടിൽ നമ്മൾ തനിച്ചാണ്. ഒരാളും നമ്മെ രക്ഷപ്പെടുത്താനില്ല, ഒരാളും നമ്മെ കാക്കുവാനില്ല. നോക്കിയേ നിങ്ങൾ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി നമുക്ക് കാണുവാൻ കഴിയും. വഹുവ യതഅവ്വദു മിൻ അദാബിൽ ഖബർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയം പറയാണ്. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ ശിക്ഷയിൽ നിന്ന് റബ്ബിനോട് കാവൽ ചോദിക്കുമായിരുന്നു എന്നാണ് അല്ലേ? നമ്മളൊക്കെ നമ്മുടെ അത്തഹിയാത്ത്, നമ്മൾ തശ്ഹുദിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ അല്ലേ? നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, അതൊരു ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ നാവിൽ നിന്ന് ഇങ്ങനെ വരികയാണോ? നമ്മൾ ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഖബർ ശിക്ഷ യാഥാർത്ഥ്യമാണ്, അത് നിഷേധിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. നമ്മുടെ ഉമ്മയായ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കലും വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. ആ ഇരിക്കുന്ന സന്ദർഭത്തിൽ മദീനയിലെ യഹൂദികളിൽപ്പെട്ട 2 കിഴവികൾ, വയസ്സായ ആളുകൾ, 2 വയസ്സായ കിഴവികൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് വന്നു. ആയിഷ റളിയല്ലാഹു അൻഹ അവരുമായി സംസാരിക്കുകയാണ്. ആ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഈ വന്ന 2 ആള് പറഞ്ഞു, ആയിഷ അറിയാമോ, ഖബറിൽ കിടക്കുന്ന ഖബറാളികൾ ഖബറിൽ വെച്ച് ശിക്ഷിക്കപ്പെടുന്നുണ്ട്. ആ ഹദീസ് റിപ്പോർട്ട് നിവേദനം ചെയ്യുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അവര് പറയാണ്, ഫകദ്ദബതുഹുമാ, ഞാൻ അവരെ 2 പേരെയും കളവാക്കി. എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, ഞാനത് വിശ്വസിച്ചില്ല, ഞാൻ അവരെ കളവാക്കി.
അങ്ങനെ അവർ വീട്ടിൽ നിന്ന് തിരിച്ചുപോയി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നു. ഞാൻ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, കിഴവികളായ മദീനയിൽപ്പെട്ട 2 കിഴവികള് അവരെന്നോട് വാദിച്ചു നബിയെ, ഖബറിൽ കിടക്കുന്ന ഖബറാളികൾ ഖബറിൽ വെച്ച് ശിക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന്, അത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ഫസദ്ദഖ്തുഹുമാ, ആയിഷ, അവര് 2 പേര് പറഞ്ഞതും ശരിയാണ് എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഖബറിൽ ശിക്ഷയുണ്ട് പ്രിയപ്പെട്ടവരെ. ഖബറിലേക്ക് ഒരു വ്യക്തി ആദ്യമായി വെക്കുമ്പോൾ ആ ഖബറിൽ വെച്ച് നടക്കുന്ന ഒരു ഖബറിന്റെ ഒരു പ്രക്രിയയുണ്ട്. എന്താണെന്നറിയോ? ഒരു ഇടുക്കൽ ആദ്യമായി ഖബർ കൂട്ടിപ്പിടിക്കുമെന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ, ഒരാൾ അറിയാതെ നമ്മെ ഒന്ന് അടിച്ചാൽ നമ്മുടെ ശരീരത്തിൽ എത്ര പ്രയാസമുണ്ടാകും. 2 വാരിയെല്ലുകൾ വിട്ടു നിൽക്കുന്ന 2 വാരിയെല്ലുകളെ കോർത്തിണക്കുന്ന ഒരു സിസ്റ്റം ഖബറിലുണ്ട്. ഖബറിനോട് പറയാൻ കഴിയോ, എന്റെ ഉപ്പയാണ് ഖബറെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന്, എന്റെ മോനാണ്, എന്റെ മോളാണ്, ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമാകുമോ? ഇല്ലല്ലോ. ആത്മാർത്ഥമായി ചിന്തിക്കുക, എന്തുണ്ടാക്കി ആ ഖബർ ജീവിതത്തിൽ? ഒറ്റപ്പെടുന്ന സന്ദർഭത്തിൽ ആ ഖബർ എന്ന് പറഞ്ഞ എന്താണ് പ്രിയപ്പെട്ടവരെ? അത് ബൈത്തു തുറാബ്, അത് മണ്ണിന്റെ വീടാണ്. അത് മണ്ണിന്റെ വീടാണ്. അതുപോലെ തന്നെ ബൈത്തു ദൂബ്, അത് പുഴുക്കളുള്ള വീടാണ്. അതുപോലെ തന്നെ ബൈത്തുൽ ഖുർബാ, അത് അപരിചിതത്വത്തിന്റെ വീടാണ്. നമുക്കാർക്കും പരിചയമില്ല. ഇന്ന് മരണപ്പെട്ടാൽ നമ്മളെ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുന്ന സന്ദർഭത്തിൽ ആ ഖബറിനെ നമ്മൾ പരിചയപ്പെടും. ഖബറിലുള്ള അവസ്ഥകളെ നമ്മൾ അനുഭവിക്കും. ഒരാളും എന്നെ സഹായിക്കാനില്ല എന്നുള്ള തിരിച്ചറിവ് നമ്മളിലേക്ക് എത്തിപ്പെടും. പക്ഷേ അത് ഈ ദുനിയാവിലുണ്ടെങ്കിൽ, ആ ഒരു ബോധം ദുനിയാവിലുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കർമ്മങ്ങളെ നമുക്ക് നന്നാക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ ഒന്നാമതായി നമ്മൾ ഒറ്റപ്പെടുന്ന രംഗം എന്ന് പറഞ്ഞാൽ ഒന്ന് മരണരംഗമാണ്. രണ്ടാമതായി കൊണ്ടുള്ളത് നമ്മുടെ ഖബർ ജീവിതത്തിലുമാണ്. ഇന്ന് ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മൂന്നാമതായി നമ്മൾ ഒറ്റപ്പെടുന്ന ഒരു രംഗം എന്ന് പറഞ്ഞാൽ അത് പരലോകമാണ്. അല്ലെ? ദുനിയാവിന്റെ വിഷയത്തിൽ ഇപ്പൊ ഈ ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പള്ളിയിലെ എല്ലാ ആളുകളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. നമ്മുടെ മനസ്സിൽ വിഷമുണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. കുറച്ചോനെ, ആ സമ്പത്ത് എനിക്ക് കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ ആ പൈസ ഞാൻ കൊടുത്തിട്ടില്ല, അത് കൊടുക്കണല്ലോ, അല്ലെങ്കിൽ എൻ്റെ മകളുടെ വിഷയം ശരിയായിട്ടില്ല, എൻ്റെ മകന്റെ പഠനം റെഡിയായിട്ടില്ല. ഇങ്ങനെ ഒരുപാട് ചിന്തകൾക്കപ്പുറം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആത്മാർത്ഥമായി അതിനേക്കാൾ കൂടുതലായി വേണ്ട ഒരു ചിന്തയാണ്, പടച്ചോനെ എൻ്റെ പരലോകത്തിലെ അവസ്ഥ എന്തായിരിക്കും? ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും പ്രിയപ്പെട്ടവരെ? അല്ലാഹു പറഞ്ഞെന്താ അറിയോ? വൽ ആഖിറതു ഖൈറും വഅബ്ഖാ, എന്നെന്നും അവശേഷിച്ചു നിൽക്കുന്ന ആ പരലോകമാണ് ഏറ്റവും ഉത്തമമായത്. ഒരാൾ നമ്മളെ കാണുമ്പോൾ ചോദിക്കുകയാണ്, മക്കൾക്ക് വേണ്ടി എന്തുണ്ടാക്കി? പറഞ്ഞുകൊടുക്കാൻ കുറെ ഉണ്ടാവും. ഉമ്മക്കും ഉപ്പക്കും വേണ്ടി എന്താ സമ്പാദിച്ചതെന്ന് ചോദിക്കുമ്പോ പറയാൻ ഒരുപാടുണ്ടാകും. നിനക്ക് വേണ്ടി അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷ ലഭിക്കാൻ പരലോകത്തേക്ക് വേണ്ടി എന്ത് സമ്പാദിച്ചു എന്ന് ചോദിക്കുമ്പോ ആലോചിക്കേണ്ടത് ഗൗരവമാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് പറയാൻ മറുപടി ഉണ്ടോ? രക്ഷപ്പെട്ടു. പറയാൻ മറുപടി ഇല്ലേ എങ്കിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ കൃത്യമായി കൊണ്ടുവരേണ്ടതുണ്ട്. ആ ദിവസം ഏതെന്നറിയോ? യൗമ തുബ്ലസ് സറായിർ, രഹസ്യങ്ങളെല്ലാം പരിശോധിക്കപ്പെടുന്ന ദിവസമാണ്. പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രഹസ്യങ്ങളെല്ലാം കൃത്യമായി കൊണ്ട് പരിശോധിക്കപ്പെടും. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, പടച്ച റബ്ബ് പറഞ്ഞു, ഫഇദാ ജാഅതിസ് സ്വാഖ, ആ ഭീകരമായി കൊണ്ടുള്ള ആ ശബ്ദമങ്ങ് കടന്നു വന്നാൽ, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി, മനുഷ്യൻ തന്റെ സഹോദരനെ വിട്ടുപോകുന്ന ദിവസമാണ്. തന്റെ മകനെ ഉമ്മ വിട്ടുപോകുന്ന ദിവസമാണ്. തന്റെ മാതാവിനെയും പിതാവിനെയും തന്റെ ഭാര്യയെയും മക്കളെയും എല്ലാം വിട്ടോടിപ്പോകുന്ന ദിവസമാണ്.
പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കുള്ള ബന്ധങ്ങൾ സുദൃഢമാണെങ്കിൽ, ഇന്ന് നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും നമ്മുടെ മാതാപിതാക്കളും നമുക്ക് വേണ്ടപ്പെട്ട ആളുകളാണെങ്കിൽ, നാളെ പരലോകത്ത് കത്തിയെരിയുന്ന നരകം ഇങ്ങനെ കൺമുന്നിൽ കാണുമ്പോ പരിശുദ്ധ ഖുർആൻ കൃത്യമായി കൊണ്ടു പഠിപ്പിക്കുകയാണ്, യുബസ്വറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിദിൻ ബിബനീ. ആ കത്തിയെരിയുന്ന നരകം ഇങ്ങനെ കാണുമ്പോ റബ്ബിനോട് പറഞ്ഞു പോവുകയാണ്, പഠിച്ചോനെ, എന്റെ മക്കളെ ഞാൻ ആ നരകത്തിലേക്ക് തരാം, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ? നോക്കൂ നിങ്ങൾ, ഭാര്യയെ തരാം, ഭർത്താവിനെ തരാം, വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജീ. അല്ലാഹുവേ, ദുനിയാവിലുള്ളത് മുഴുവനും ഞാൻ വിട്ടുതരാം റബ്ബേ, എന്നെ ഒന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമോ? ഈ ദുനിയാവിൽ നമ്മൾ എങ്ങനെയായിരുന്നു നമ്മുടെ ബന്ധങ്ങൾ അല്ലേ? നമ്മുടെ ഉമ്മയുടെ ശരീരത്തിൽ ഒരു മുറിവ് പറ്റുന്ന നമ്മൾ ഇഷ്ടപ്പെടുമോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ മക്കളുടെ ശരീരത്തിൽ, നമ്മുടെ പിഞ്ചോമന മക്കൾക്ക് രോഗം വരും, നമ്മൾ ഇഷ്ടപ്പെടുമോ? ഇല്ലല്ലോ, അല്ലേ? ഒരു ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവസ്ഥ നിലച്ചുപോയാൽ, ഒരു അവയവം നിലച്ചുപോയാൽ, ആ അവയവം പോലും പെറിച്ചു കൊടുക്കാൻ സന്നദ്ധരാകുന്ന ആളുകളാണ് നമ്മള്, പരസ്പര സ്നേഹമുള്ള ആളുകളാണ് നമ്മള്. അതേ മനുഷ്യര് നാളെ പരലോകത്ത് വരുമ്പോ ആ സ്നേഹം അവിടെ കാണുന്നില്ല. അതാണ് ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ആത്മാർത്ഥമായി പരലോകത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മേഖലകളിലും ദീനിന്റെ വിഷയങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തെ കൊണ്ടുപോകാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുന്നുണ്ട്. അള്ളാഹ് പറയാണ്, അഫഹസിബതും أنما خلقناكم عبثا وأنكم إلينا لا ترجعون. أفحسبتم നിങ്ങൾ വിചാരിക്കുകയാണോ അന്നമാ ഖലഖനാകും അബസ, നിങ്ങളെ നാം വെറുതെ അങ്ങ് സൃഷ്ടിച്ചിരിക്കുകയാണെന്ന്? ഒന്ന് ആലോചിച്ചോക്കാണ്, അള്ളാന്റെ ചോദ്യമാണ്. വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നമ്മിലേക്ക് മടങ്ങി വരില്ല എന്ന് നിങ്ങൾ കരുതിയിരിക്കുകയാണോ? ഈ ഒരു ചിന്ത നമുക്കുണ്ടാകണം. ഏത് നിമിഷവും അള്ളാന്റെ അടുക്കലേക്ക് എനിക്കൊരു യാത്ര പോകാനുണ്ട്. എന്റെ റബ്ബ് എന്നെ വിളിക്കുമ്പോ എനിക്ക് കൃത്യമായി ഒരു യാത്ര തിരിക്കേണ്ടതുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി ഒരുങ്ങി നിൽക്കാൻ നമുക്ക് സാധ്യമാകണം, അല്ലേ? വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ. എങ്ങനെയാ ഒരുങ്ങേണ്ടത്? പരലോകത്തെ ആഗ്രഹിക്കണം കേട്ടോ. വമൻ അറാദൽ ആഖിറ, ആഗ്രഹിച്ചത് കൊണ്ട് മാത്രമല്ല, വസഅ ലഹാ സഅയഹാ, അതിനു വേണ്ടി നന്നായി കഠിനാധ്വാനം ചെയ്യണം. കുറച്ച് ഉറക്കം ഒഴിവാക്കേണ്ടി വരും. ആരോഗ്യപരമായ ക്ഷീണമുണ്ടെങ്കിലും ഒന്ന് ആത്മാർത്ഥമായി നമസ്കാരത്തിൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരും. സാമ്പത്തികമായ സഹായങ്ങൾ അനിവാര്യമായി വേണ്ടിവരും. അങ്ങനെ ആത്മാർത്ഥമായി വിശ്വാസിയായി കൊണ്ട് അള്ളാഹുവിലേക്ക് പരിശ്രമിക്കാൻ പ്രിയപ്പെട്ടവരെ സാധ്യമാകണം. അള്ളാഹ് പറയാണ്,
അവർക്ക് നാളെ പരലോകത്ത് രക്ഷയുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു നന്ദിപൂർവ്വം അവരിൽ നിന്ന് സ്വീകരിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദുനിയാവിന്റെ ജീവിതത്തിലൂടെ ഓരോ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഓരോ പ്രഭാതങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും തരുമ്പോൾ, എൻ്റെ റബ്ബിന് വേണ്ടി നാളെ പരലോകത്തേക്ക് വേണ്ടി ഞാൻ എന്തു മാറ്റി